വെടിക്കെട്ട് അപകടം നടന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പരിശോധന നടത്തി. വെടിക്കെട്ട് അപകടത്തിൽ പരുക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നവരെ സന്ദർശിച്ച് മൊഴിയെടുത്തതിന് ശേഷമാണ് കമ്മീഷൻ സംഭവസ്ഥലം സന്ദർശിച്ചത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകില്ലെന്നും സുരക്ഷിതവും ശാസ്ത്രീയവുമായ രീതിയിൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നും കമ്മീഷൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. സാധാരണ ഒരു കമ്മീഷനൊക്കെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കോടതി പോലെ തന്നെ നോട്ടീസ് അയച്ച് കേൾക്കാനും വിസ്തരിക്കാനുള്ള അധികാരങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെൻറ് സാധാരണ ഒരു 6 മാസം സമയമാണ് തരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 6 മാസമാണ്. 6 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒപ്പുമായിരിക്കും. അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ അപകടത്തിൽ പെട്ടുന്നവരെ കണ്ട് ഇതിലെ ദൃക്സാക്ഷികൾ, ഇവിടെ ജോലി ചെയ്തിരുന്നവർ, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ പ്രധാനമായിട്ടുള്ള. ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരായിട്ട് സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. വെടിക്കെട്ട് പുരകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളും പൊട്ടിച്ചിതറിക്കിടക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളുടെ അവശിഷ്ടങ്ങളും കമ്മീഷൻ പരിശോധിച്ചു. പരിശോധനാ സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്നും അടുത്തടുത്തുള്ള സൗകര്യം കുറഞ്ഞ ചെറിയ ഷെഡുകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നും സുരക്ഷിതവും ശാസ്ത്രീയവുമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും ഉണ്ടാകിയല്ലേ. മനസ്സിലായി. ഇതുപോലെ ഒരു വളരെ മോശം കെട്ടിടങ്ങളിൽ ലൈസൻസ് ഉള്ള കെട്ടിടങ്ങളാണെന്ന് പറയുന്നത് 3 ചെറിയ കെട്ടിടങ്ങളാണ്. 3 ചെറിയ കെട്ടിടങ്ങളിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. 40 പേർക്ക് 43 പേർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ചെറിയ ചെറിയ ഷെഡുകളെല്ലാം അവിടെ കെട്ടി, അവിടെ എല്ലാം സ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, വളരെ തീ പോലത്തെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമോ യാതൊരു എക്വിപ്മെൻറ്റോ യാതൊന്നും ഇല്ലായിരുന്നു. അല്ല, ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലോഷനിൽ ഫയർ ഫൈറ്റിങ്ങിനൊന്നും സ്കോപ്പില്ല. എല്ലാം പോസ്റ്റ്മോർട്ടം പോലെയാണ്. ഇതൊക്കെ എക്സ്പ്ലോഷനാണ്. വെടിമരുന്നിന് അങ്ങനെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തീയാണ്. പരിക്കേറ്റവരുടെയും മറ്റ് തൊഴിലാളികളുടെയും മൊഴിയെടുക്കും. കേരളത്തിലെ ഉത്സവങ്ങളുടെ പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട്. വിദേശികൾ ഉൾപ്പെടെ വെടിക്കെട്ട് കാണാൻ കേരളത്തിലെത്തുന്നുണ്ട്. ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകില്ലെന്നും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ട് നടത്താനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ്, ADM R മനോജ്, തഹസിൽദാർ MC അനുപമൻ തുടങ്ങിയവർ കമ്മീഷനൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി.